ബി.ജെ.പിക്കും കേന്ദ്രത്തിനും രാഹുൽ ഗാന്ധിയോടുള്ള കലിപ്പ് തീർന്നിട്ടില്ല. സുപ്രധാനമായൊരു ദിവസമാണിന്ന്, സ്വാതന്ത്ര്യദിനം. 78ാമത് സ്വാതന്ത്ര്യദിനാഘോഷ പരിപാടിയിൽ ലോക്സഭയുടെ പ്രതിപക്ഷ നേതാവ് രാഹുൽ ഗാന്ധിക്ക് പ്രോട്ടോകോൾ ലംഘിച്ച് ചെങ്കോട്ടയിൽ പിന്നിൽ ഇരിപ്പിടം നൽകിയിരിക്കുകയാണ്. കേന്ദ്രമന്ത്രിമാരായ നിർമ്മല സീതാരാമൻ, ശിവരാജ് സിംഗ് ചൗഹാൻ, അതുപോലെ അമിത്ഷാ, ജയശങ്കർ എന്നിവരായിരുന്നു മുൻനിരയിൽ ഉണ്ടായിരുന്നത്. എന്നാൽ ക്യാബിനറ്റ് മന്ത്രിയുടെ പദവിക്ക് തുല്യമായ പദവിയുള്ള ലോക്സഭയിലെ പ്രതിപക്ഷ നേതാവിന് പിന്നിൽ നിന്നും രണ്ടാമത്തെ നിരയിലായിരുന്നു സീറ്റ് അനുവദിച്ചത്. കേന്ദ്രമന്ത്രിമാർക്കും വിശിഷ്ടാതിഥികൾക്കും പിന്നിലാണ് രാഹുൽ ഗാന്ധിക്ക് ഇന്ന് സീറ്റ് നൽകിയത് എന്ന ഗുരുതരമായ പിഴവ് ചൂണ്ടിക്കാട്ടിക്കൊണ്ട് സമൂഹ മാധ്യമങ്ങൾ ഏറ്റെടുത്തിരിക്കുന്നു ആ ഗുരുതരമായ പ്രശ്നം. വിമർശനം ഉയർന്നു വരികയാണ് രാജ്യമെമ്പാടും. ഒളിമ്പിക്സ് കായിക താരങ്ങൾക്ക് ഇരിപ്പിടം ഒരുക്കാനായാണ് ഇങ്ങനെ ക്രമീകരിച്ചത് എന്നാണ് ഔദ്യോഗിക വിശദീകരണം. എങ്കിലും ഇനി എന്ത് പറഞ്ഞാലും ബി.ജെ.പിയുടെ തോറ്റുകൊണ്ടിരിക്കുന്ന രാഹുലിനെതിരെയുള്ളൊരു പകപോക്കൽ മാത്രമാണിത്. പിന്നിൽ സീറ്റ് നൽകിയത് കൊണ്ട് രാഹുൽ ഗാന്ധി എവിടെയും പരാജയപ്പെട്ടിട്ടില്ല. പക്ഷെ ബി.ജെ.പിയുടെ മാനസികാവസ്ഥയാണ് ഇന്ന് രാജ്യം അറിഞ്ഞത്. ലോക്സഭാ പ്രതിപക്ഷ നേതാവ് പ്രോട്ടോകോൾ പ്രകാരം ആദ്യ നിരയിലാണ് ഇരിക്കേണ്ടത്. അത് പിന്നിലേക്ക് മാറ്റി. ജനാധിപത്യത്തെ പോലും ഇല്ലായ്മ ചെയ്യാൻ ശ്രമിച്ച ബി.ജെ.പി സർക്കാർ ജനാധിപത്യത്തിൻ്റെ പ്രോട്ടോകോൾ പാലിക്കാത്തതിൽ അത്ഭുതമൊന്നുമില്ല. എങ്കിലും ജനങ്ങൾ കണ്ടുമടുത്ത ബി.ജെ.പിയുടെ ഈ പ്രതികാരം അത് തിരിച്ചടിയേൽക്കാൻ തുടങ്ങിയിട്ടും അവർ പാഠം പഠിച്ചിട്ടില്ല എന്നാണ് വ്യക്തമാകുന്നത്. നരേന്ദ്രമോദി രാജ്യം ഭരിക്കാൻ തുടങ്ങിയപ്പോൾ ആദ്യത്തെ 5 വർഷം മാത്രമല്ല, പിന്നീട് 5 വർഷവും അവർക്ക് വ്യക്തമായ ഭൂരിപക്ഷമുണ്ടായിരുന്നു. അന്ന് ഈ രാജ്യത്തിൻ്റെ അടിസ്ഥാന മൂല്യങ്ങളെ തകർക്കാൻ മാത്രമാണ് നരേന്ദ്രമോദിയുടെ ഭരണം ശ്രമിച്ചത്. രാഹുൽ ഗാന്ധി എന്ന മനുഷ്യൻ അതിന് സമ്മതിച്ചില്ല. അവസാനം ആരാണ് സത്യമെന്ന് രാജ്യം തിരിച്ചറിഞ്ഞു. ആ പോരാട്ട വീര്യം രാജ്യം അംഗീകരിച്ചു. അങ്ങനെയാണ് രാഹുൽ ഗാന്ധി ഈ രാജ്യത്തിൻ്റെ പ്രതിപക്ഷ നേതാവാകുന്നത്. കള്ളക്കേസുകളിൽ MP സ്ഥാനത്ത് നിന്നും അയോഗ്യനാക്കി, താമസിച്ചിരുന്ന വീട്ടിൽ നിന്നും ഇറക്കി വിട്ടു. അപ്പോഴും ഈ രാജ്യത്തെ നശിപ്പിക്കുന്ന മോദി ഭരണത്തെ അദ്ദേഹം തുറന്നു കാട്ടിക്കൊണ്ടേയിരുന്നു. അതെല്ലാം രാഹുൽ ഗാന്ധി വിജയിച്ചിരിക്കുന്നു. അവസാനം ഇനി പ്രധാനമന്ത്രിയിലേക്കുള്ള യാത്രയിലാണ് രാഹുൽ. ഒരു രാജ്യത്തിൻ്റെ സർക്കാർ സംവിധാനങ്ങൾ മുഴുവൻ ഇറങ്ങി പ്രവർത്തിച്ചിട്ടും രാഹുൽ ഗാന്ധിയെ പിടിച്ചുകെട്ടാൻ നരേന്ദ്രമോദിയുടെ പാർട്ടിക്ക് കഴിഞ്ഞിട്ടില്ല. നല്ല കാലത്തിൽ കഴിയാത്തതിനി പടിയിറങ്ങാൻ നേരത്ത് മോദിക്ക് സാധിക്കില്ല എന്നിരിക്കെയാണ് ഒരു സ്വാതന്ത്ര്യദിനത്തിൽ പിന്നിലിരുത്താനുള്ള ബി.ജെ.പി സർക്കാരിൻ്റെ നെറികെട്ട കളി ഇന്ന് രാജ്യം കണ്ടത്. അതുകൊണ്ടൊന്നും രാഹുൽ ഗാന്ധിയെ തകർക്കാൻ കഴിയുമെന്ന് തോന്നുന്നില്ല. ഏതായാലും വിശിഷ്ട ഭാരത് 2047 എന്ന പ്രമേയം അടിസ്ഥാനമാക്കിയാണ് ഈ വർഷത്തെ ആഘോഷം നടന്നത്. കർഷകർ, സ്ത്രീകൾ, ഗോത്രവിഭാഗത്തിൽ നിന്നുള്ളവരടക്കം 6000 പേരാണ് ഇത്തവണ ചെങ്കോട്ടയിലെ ചടങ്ങുകളിൽ വിശിഷ്ടാതിഥികളായി പങ്കെടുത്തത്. വിവിധ സംസ്ഥാനങ്ങളിലെ 2000-ഓളം കലാകാരന്മാരും ചെങ്കോട്ടയിലെ പരിപാടി അവതരിപ്പിച്ചു. പാരീസ് ഒളിമ്പിക്സിൽ പങ്കെടുത്ത ഇന്ത്യൻ സംഘവും ആഘോഷങ്ങളുടെ ഭാഗമായി. അവിടെ ഇരിപ്പിടം അല്പം പിന്നിലേക്ക് മാറ്റി രാഹുൽ ഗാന്ധിയെ അപമാനിക്കാനാണ് ബി.ജെ.പി സർക്കാർ ശ്രമിച്ചത്. എന്നാൽ നരേന്ദ്രമോദിയും ബി.ജെ.പിയും സ്വയം അപമാനിതരായി എന്ന് സോഷ്യൽ മീഡിയ വളരെ വ്യക്തമായി പറയുന്നു.